ഗൈസ്, ഞങ്ങളൊരു ഫാമിലി ട്രിപ്പ് പോവുകയാണ്. പുലർച്ചെ 3-3:30 പ്ലാൻ ചെയ്ത ട്രിപ്പ് ഞങ്ങൾ ഇറങ്ങുമ്പോൾ 5-5:30 ആയിണ്ടേനി. അതുകൊണ്ട് തന്നെ രാത്രിയിൽ നിന്ന് വെളിച്ചത്തേക്ക് കിടക്കുക അതിനത്ര സമയമൊന്നും ഇല്ലേനി കേട്ടോ. ഞങ്ങളിങ്ങനെ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇരുട്ടത്തുനിന്ന് വെളിച്ചത്തേക്ക് കിടക്കണ പോലെ ഇനി രാവിലെ ആയപ്പോഴത്തേനും റോഡ് കാണാൻ നല്ല ഭംഗിയുണ്ടേനി കേട്ടോ. കാരണം ആ കോടയും മഞ്ഞും ഒക്കെ മൂടിക്കിടക്കണ അന്തരീക്ഷം തന്നെ ഞങ്ങളെ യാത്രനെ അതിമനോഹരാക്കി തീർത്തിട്ടുണ്ടേനി. ഇഷൂട്ടിയാണെങ്കിൽ പാട്ടൊക്കെ കേട്ടപ്പോൾ ട്രിപ്പ് മോഡ് ഓൺ ആക്കിയിട്ടുണ്ടേനി. ഓൾ ഡാൻസ് കളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടേനി. അതിൻ്റെ ഇടയിൽ ഇസാനും ഒന്ന് ഉറങ്ങുകയും ചെയ്ത്. ഇച്ചങ്ങായൊക്കെ രാത്രി മുഴുവൻ ഉറക്കം വെച്ച് നിൽക്കണ നിൽപ്പാന്ന് ആരെയും കണ്ടാൽ പറയുമോ. അതിൻ്റെ ഇടയിൽ നമ്മളെ ടീംസൊക്കെ ഒന്ന് ചെറുതായി മയങ്ങിപ്പോയി. രാത്രി ഒട്ടും ഉറങ്ങാത്തതുകൊണ്ട് തന്നെ കുറച്ചു നേരമൊക്കെ ഒന്ന് ഉറങ്ങാന്ന് വെച്ച് കണ്ണു പൂട്ടിയപ്പോഴും തുറന്നു നോക്കിയപ്പോഴോ ഇങ്ങനൊരു കാഴ്ച. ഈ കാഴ്ചയൊക്കെ കണ്ട അമ്മക്ക് എങ്ങനെ ഉറക്ക് വരല്ലേ. അതുകൊണ്ട് തന്നെ ഇതൊക്കെ നോക്കി ഇങ്ങനെ കുറേ നേരം ഇരുന്നിട്ടോ. ഇഷൂട്ടിയാണെങ്കിലോ മൂത്താപ്പൻ്റെ ബിഗ് ഫാനാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഓള് മൂത്താപ്പനെ കുറേ നേരം വായൊക്കെ ഇന്നും ചെയ്ത് മൂത്താപ്പ ഡ്രൈവ് ചെയ്യണമെന്ന് നോക്കി ഓള് സൈഡിൽ കൂടെ ഇങ്ങനെ മൂത്താപ്പൻ്റെ ബാക്കിൽ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പറഞ്ഞ് ഞങ്ങളിതാ പാലക്കാട് ജില്ലയിലെത്തിട്ടോ. പുറത്തേക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നത് ഭൂരിഭാഗവും നെൽകൃഷികളാണ്. എങ്ങനെയല്ലേ കാണാണ്ടൊക്കെ. കേരളത്തിൻ്റെ നെല്ലറ എന്നൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ ഈ പാലക്കാടല്ലേ. ഈ കാഴ്ചകളൊക്കെ വണ്ടിയിൽ നിന്ന് മാത്രം കാണുമ്പോൾ എങ്ങനെ പൂർണ്ണമായിട്ട് ആസ്വദിക്കാൻ പറ്റില്ലേ. അതുകൊണ്ട് ഒരു ചായ കുടിക്കാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളൊരു സ്ഥലത്ത് ഇറങ്ങിട്ടോ. അവിടുന്ന് അങ്ങോട്ട് നോക്കിയപ്പോഴോ നല്ല ഭംഗിയുള്ള നെൽപ്പാടങ്ങളും അവിടുന്ന് ആ വൈബൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ചായ കുടിക്കാൻ തന്നെ നല്ല രസമുണ്ടേനി. അതുമാത്രമല്ല ഉറക്കത്തുനിന്ന് എടുത്തുകൊണ്ടെന്ന നമ്മളെ പീക്രീസിനൊക്കെ ഒന്ന് ഫ്രഷ് ആക്കാനും ഈ ഒരു സമയം ഞങ്ങൾ യൂസാക്കി. അതിൻ്റെ ഇടയിൽ മാമനൊരു കുഞ്ഞു കഷ്ണം കേക്ക് ഈ സാനുവിന് കൊടുത്തപ്പോൾ എനിക്ക് വേണ്ട കേക്കൊന്നൊന്നും പറഞ്ഞ് ഓൻ അവിടെ നിന്ന് മാറി നിന്നിട്ടാ. നല്ല വ്യൂ ഒക്കെ കണ്ട് ചായയൊക്കെ ഇങ്ങനെ കുടിച്ചപ്പോഴാണ് നമ്മളെ ഇലൂട്ടൻ അവിടെ നിന്ന് നീച്ച് വരുന്നത്. അങ്ങനെ എല്ലാവരും ചായയൊക്കെ കുടിച്ച് വണ്ടി കയറിട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മളെ ഇഷൂട്ടിയാണെങ്കിൽ അന്നത്താത്തൻ്റെ കൂടെ നല്ല ചിരിച്ച് കളിക്കുന്നുണ്ടേനെ. എല്ലാവരും ഉറക്കൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഉഷാറായപ്പോൾ ഉണ്ടല്ലോ ഫുള്ള് വൈബായിട്ടോ. അങ്ങനെ ഞങ്ങൾ പോണ വഴിക്ക് ഒരു ഭംഗിയുള്ള സ്ഥലം കണ്ടപ്പോൾ വണ്ടി നിർത്തി. അവിടെ ഉണ്ടല്ലോ ആ നെൽകൃഷിയും റോഡും അതിൻ്റെ ചുറ്റിലുള്ള പൂക്കളും ഒക്കെ നല്ല ഭംഗിയുണ്ടേനി കേട്ടോ കാണാൻ തന്നെ. മോർണിംഗ് ടൈം ആയിട്ടും തന്നെ നല്ല വെയിലും ഉണ്ടേനി. അതുകൊണ്ട് തന്നെ കൂടുതൽ നേരം മക്കളായിട്ട് അവിടെ നിൽക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിൽ പോലും ഞങ്ങൾ അതിൻ്റെ ഭംഗിയോണ്ട് അവിടെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടോ. നമ്മളെ കുട്ടിക്കാലത്ത് ഇതുപോലത്തെ നെൽകൃഷികൾ കാണൽ തന്നെ വളരെ കുറവേനി. പക്ഷേ ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ നമ്മളെ മക്കൾക്ക് ഇത് കാണാൻ കിട്ടണ്ടേ അല്ലേ. പക്ഷേ ഈ പാലക്കാട് വന്നപ്പോണ്ടല്ലോ ഇതിന് ഒരു ക്ഷാമം ഉണ്ടായിട്ടില്ല കേട്ടോ. ഇതൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ അവർക്ക് തന്നെ അതിലൊരു അത്ഭുതം തോന്നിയേ. അതൊക്കെ കണ്ടപ്പോൾ ശരിക്കും ഞങ്ങൾക്കും സന്തോഷമായി. കാരണം നമ്മൾ ഒരു യാത്ര ചെയ്യുമ്പോൾ ആ യാത്രയിൽ കുറച്ച് മൂല്യങ്ങളും കൂടെ കിട്ടുക എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു എഫക്റ്റ് ആണല്ലോ അല്ലേ. ഓർമ്മകളിൽ സൂക്ഷിക്കാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിട്ടോ. കാരണം എന്താ വെച്ചാൽ നല്ല വെയിലേനു. ആ വെയിലത്ത് നിൽക്കാൻ തന്നെ നമുക്ക് ഭയങ്കര ക്ഷീണം തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ നേരെ വണ്ടി പിന്നെയും കയറി. കഴിഞ്ഞ പ്രാവശ്യം ഇഷൂട്ടിനെ അന്നത്താത്താണ് എടുത്തത്. ഇപ്രാവശ്യം എനിക്ക് തന്നെ വേണമെന്നും പറഞ്ഞ് റിതൂട്ടിതാ ഇഷുമോളെ കൈക്കലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇഷൂട്ടിയാണെങ്കിൽ ഓൾക്ക് ചിരിച്ച് മറിഞ്ഞ് കൊടുക്കണുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ ഓക്കും ഭയങ്കര സന്തോഷമായി. ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ പോകുന്നത് പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് എന്ന ഗ്രാമത്തിലേക്കാട്ടോ. അതിമനോഹരമായ ഗ്രാമം എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് കുറഞ്ഞു പോകും. കാരണം എന്താ വെച്ചാൽ കണ്ണിന് കുളിർമയേകുന്ന നല്ല ഭംഗിയുള്ള മടുക്കാത്ത കാഴ്ചകളുള്ള നല്ല അടിപൊളി ഗ്രാമമാണ് കൊല്ലങ്കോട് ഗ്രാമം. അപ്പം അവിടുത്തെ വിശേഷങ്ങളായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. കൊല്ലങ്കോട് കുടിയിടത്തെക്കുറിച്ച് അറിയാനും ബാക്കി യാത്രാവിശേഷങ്ങൾ അറിയാനും നമ്മൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.